തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമാണ് എന്നാണ് ഇടതു ക്യാമ്പിന്റെ വിലയിരുത്തൽ. ശബരിമല സ്വർണ്ണക്കൊള്ള ഫലത്തെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ LDF രണ്ട് തട്ടിലാണ്. സ്വർണ്ണക്കൊള്ള ഒരു പ്രശ്നമേ അല്ല എന്നിപ്പോഴും CPM നേതാക്കൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ CPI നിലപാട് മറിച്ചാണ്. ചരിത്രത്തിൽ ഇന്നോളം കാണാത്ത വിധത്തിൽ സംസ്ഥാനത്തുടനീളം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDF തരംഗം ആഞ്ഞുവീശിയപ്പോൾ കൊല്ലം ഉൾപ്പെടെ ഇടതുകോട്ടകൾ പലതും തകർന്നു വീണു. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്ന ചർച്ചയിൽ ശബരിമല തന്നെയാണ് ഒന്നാമത്. ശബരിമല വിഷയം തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ടുണ്ട് എന്ന് നേതാക്കൾ അടക്കം പറയുമ്പോഴും പരസ്യമായി ഇത് സമ്മതിക്കാൻ പല CPM നേതാക്കൾക്കും മടിയാണ്. ശബരിമല ഉൾക്കൊള്ളുന്ന വാർഡ് വിജയിച്ചെന്നും പന്തള നഗരസഭയിൽ LDF മുന്നേറ്റമുണ്ടാക്കിയെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു. ശബരിമല പ്രശ്നം തിരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ലെന്ന് V ശിവൻകുട്ടിയും ആവർത്തിക്കുന്നു. രമേശിനെ അല്ലാതെ പിന്നെ എന്താണ് പറയാനുള്ളത്? ഒരു തിരിച്ചടിയല്ല. CPI നേതാക്കൾ താരതമ്യേന യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നുണ്ട്. പരാജയത്തിന് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് കാരണമായിട്ടുണ്ട് എങ്കിൽ പരിശോധിച്ച് തിരുത്തുമെന്നാണ് CPI നിലപാട്. ശബരിമല ഒരു പ്രധാന പ്രശ്നമാണെന്ന് P സന്തോഷ് കുമാറും പറഞ്ഞു. ശബരിമല അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പരിശോധിക്കും. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളും കലവറ കൂടാതെ ഞങ്ങൾ പരിശോധിക്കും. മോശമല്ലാത്ത തരത്തിൽ അത് LDFന് പ്രചരണ കാര്യങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശബരിമല നിൽക്കുന്ന വാർഡ് അല്ലെങ്കിൽ അതൊക്കെ ജയിച്ചെങ്കിൽ പോലും പൊതുവിൽ അത് വല്ലാതെ അതിൻ്റെ ഭാഗമായി ഇറങ്ങിയ പാട്ടുകൾ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ആളുകളുടെ മനസ്സിലൊരു സംശയം നല്ലതുപോലെ ഉയർന്നു വന്നു. എല്ലാം നാളെ പറയാമെന്ന് LDF കൺവീനർ. CPM CPI നേതൃയോഗങ്ങളിലെ തീരുമാനം നാളെ LDFൽ പൊതു ചർച്ചയാകും. ശബരിമല വിഷയത്തിൽ ഉൾപ്പെടെ അടിയന്തര തിരുത്തൽ വേണമെന്ന ആവശ്യം CPI മുന്നോട്ട് വയ്ക്കും. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പറ്റിയ പാളിച്ചകൾ പഠിച്ച് പരിശോധിച്ച് തിരുത്തി മുന്നോട്ട് പോകാൻ LDFന് മുന്നിലുള്ള നാളുകൾ എണ്ണപ്പെട്ടതാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കുന്നു. ഏതെല്ലാം തരത്തിലുള്ള നിലപാട് മാറ്റങ്ങൾ ഇടത് ക്യാമ്പിൽ നിന്നും ഉണ്ടാകുമെന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.